നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഋഷി പ്രോക്തത്തിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ചന്ദ്രരാശിയെ അടിസ്ഥാനപ്പെടുത്തി നമ്മളുടെ ഓരോ രാശിക്കൂറുകാരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അതീവ പ്രാധാന്യമുള്ള സംഭവങ്ങളും രോഗങ്ങൾ, വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ തുടങ്ങി ആയുസ് വരെ പ്രതിപാദിക്കുന്ന രണ്ട് ഗ്രന്ഥങ്ങളാണ് ഭൃഗുസംഹിതയും ജാതകാഭരണവും. ആ വിഷയമാണ് നാം ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ ഇത്തരത്തിലുള്ള ഈ രണ്ട് പ്രാചീന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചന്ദ്ര നിർവ്യാണ ഫലത്തെ പറയാം. ആദ്യം നമുക്ക് ഭൃഗുസംഹിത പ്രകാരമുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പഞ്ചമേ അബ്ദേ വൃണാത് പീഡാത് ജലാത് ഭീതിശ്ച സപ്തമേ ദശമേ ച പതനം വൃക്ഷാത് ശാസ്ത്രഘാതേ ച ദ്വാദശേ. അതായത് 5-ാം വയസ്സിൽ ശരീരത്തിൽ മുറിവുകൾ, വ്രണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവയൊക്കെ അനുഭവപ്പെട്ടേക്കാം എന്ന് ആചാര്യന്മാർ പറയുന്നു. 7-ാം വയസ്സിൽ ജലവുമായിട്ടുള്ള ഭയം. ഇവിടെയാണ് നാം വളരെ ശ്രദ്ധിക്കേണ്ടത്. രക്ഷകർത്താക്കളിൽ 7-ാം വയസ്സിൽ മകരക്കൂറുകാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ജലവുമായിട്ട് ഇടപെടുന്നത് ശ്രദ്ധിക്കുക എന്നർത്ഥം. അതായത് ജലവുമായിട്ടുള്ള ഭയം, അപകട സാധ്യതകൾ, അതല്ല എങ്കിൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ജാഗ്രത ആവശ്യമായിട്ട് വരുന്ന സന്ദർഭങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാമെന്ന് ആചാര്യന്മാർ പ്രതിപാദിക്കുന്നു. 10-ാം വയസ്സിലാകട്ടെ ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്നോ മരങ്ങളിൽ നിന്നോ ഒക്കെ വീഴാനുള്ള സാഹചര്യം ഉണ്ടാകുക. 12-ാം വയസ്സിൽ മൂർച്ചയുള്ള ഉപകരണങ്ങൾ, ലോഹവസ്തുക്കൾ അല്ലെങ്കിൽ ശസ്ത്രസമാനമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പരിക്കുണ്ടാകാനുള്ള സാധ്യത ഇവയൊക്കെയാണ് പറയുന്നത്. ഇനി യൗവനകാലത്തും മധ്യവയസ്സിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് പരിശോധിക്കാം. വിംശന്മതേ ജ്വരാദ്സേദം തദൈവ പഞ്ചവിംശകേ അല്പം ച പഞ്ചത്രിംശബ്ദേ വാമാംഗേ വഗ്നി പീഡിത. 20-ാം വയസ്സിൽ ജ്വരസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, ശരീരക്ഷീണം, അമിത വിയർപ്പ് തുടങ്ങിയ അനുഭവങ്ങളൊക്കെ മകരക്കൂറുകാർക്കുണ്ടാകാം. 25-ാം വയസ്സിലും സമാനമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരിൽ ഉണ്ടായേക്കാം. അതല്ലാത്ത പക്ഷം കഠിന പ്രയത്നങ്ങൾ കൊണ്ട് ശരീരത്തിന് ക്ഷീണം സംഭവിക്കാം എന്നും പറയുന്നു. 38-ാം വയസ്സിൽ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് ചൂട്, അഗ്നി, വൈദ്യുതി അല്ലെങ്കിൽ താപവുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഈ രണ്ട് ഗ്രന്ഥങ്ങളിലും ആചാര്യന്മാർ പ്രസ്താവിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആയുർദൈർഘ്യത്തെ പറഞ്ഞിട്ടുള്ള കാര്യം പറയാം. നവതീർ വർഷ സമായുശ്ച നൂനം തസ്യ പ്രകീർത്തിതം. അതായത് മകരക്കൂറുകാർക്ക് ഋഷിവര്യന്മാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആയുസ് 90 വർഷമാണെന്നാണ് ശ്ലോകങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് സമ്പൂർണമായിട്ടുള്ള ആയുർയോഗത്തിന്റെ കണക്കാണ്. അന്തിമകാലത്തിന്റെ ജ്യോതിഷ സൂചനയും ഭൃഗുസംഹിതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ശ്രാവണേ ശുക്ലപക്ഷേ ച ദശമ്യാം കുജവാസരേ ജ്യേഷ്ഠായാം നിധനം ജ്ഞേയം ചന്ദ്രേ മകരസംസ്ഥിതി. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ ദശമി തിഥിയിൽ ചൊവ്വാഴ്ച ദിവസം തൃക്കേട്ട നക്ഷത്ര സമയത്ത് മകരൻ രാശി സമയത്ത് അന്തിമ വിയോഗം സംഭവിക്കാമെന്നാണ് ഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. ജാതകാഭരണത്തിലും സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ജ്യോതിഷ ശ്ലോകത്തിൽ മാത്രമാണ് വ്യത്യാസം. നമുക്ക് അതും ഒന്ന് പരിശോധിക്കാം. പഞ്ചമേ വത്സരാം പീഡ സപ്തമേ ച ജലാദ്ഭയം ദശമേ പതനം വൃക്ഷാത് ദ്വാദശേ ശസ്ത്രപീഡനം. 5-ാം വയസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക പീഡനമോ അസുഖമോ അനുഭവപ്പെടാം. 7-ാം വയസ്സിൽ ജലവുമായിട്ടുള്ള ബന്ധപ്പെട്ട ഭയം, അപകടങ്ങളുടെ സാഹചര്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാം. രക്ഷകർത്താക്കൾ കരുതലെടുക്കുക. 10-ാം വയസ്സിൽ മരങ്ങളിൽ നിന്നോ ഉയരമുള്ള സ്ഥലങ്ങളിൽ നിന്നോ ഒക്കെ വീഴാനുള്ള സാഹചര്യങ്ങളുണ്ട്, കരുതലെടുക്കുക. 12-ാം വയസ്സിൽ ലോഹവസ്തുക്കൾ, മൂർച്ചയുള്ള ഉപകരണങ്ങൾ അഥവാ ശസ്ത്രസമാനമായിട്ടുള്ള കാരണങ്ങൾ എന്നിവ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. യൗവനവും മധ്യവയസ്സും പ്രതിപാദിച്ചിരിക്കുന്നത് പരിശോധിക്കാം. വിംശന്മിതേ ജ്വരാത്ബാധ ശാഖാസു പഞ്ചവിംശകേ പഞ്ചത്രിംശാത് സമാകാലേ വാമാംഗേ അഗ്നിഭയം ദിശേത്. 20-ാം വയസ്സിൽ ജ്വരസംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം. 25-ാം വയസ്സിൽ കൈകാലുകൾ പോലെയുള്ള അവയവങ്ങളിൽ ബുദ്ധിമുട്ടുകളോ പരിക്കുകളോ ഒക്കെ അനുഭവപ്പെടാനുള്ള സാഹചര്യം. 35-ാം വയസ്സിലാകട്ടെ ശരീരത്തിന്റെ ഇടതുഭാഗത്ത് അഗ്നി, ചൂട് അല്ലെങ്കിൽ താപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാം. അതിൽ നിന്ന് ജാഗ്രത പാലിക്കാൻ ആചാര്യൻ നിർദ്ദേശിക്കുന്നു. ജാതകാഭരണത്തിൽ ആയുസ്സിന്റെ സൂചന നൽകിയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. അർദ്ധാനാൻ നവതിർ നൂനം ആയുസ് തസ്യ പ്രകീർത്തിതം. അതായത് ശുഭഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുന്ന പക്ഷം ജാതകന് 90 വയസ്സ് വരെ ആയുസ്സുണ്ടാകുമെന്ന് ജാതകാഭരണവും പറയുന്നു. അന്തിമകാലത്തിന്റെ ഗ്രഹസമവാക്യം എന്താണ് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. ശ്രാവണസ്യ സിതേ പക്ഷേ ദശമ്യാം ഭൗമവാസരേ ജ്യേഷ്ഠായാം നിധനം ന്യൂനം ചന്ദ്രേ മകരസംസ്ഥിതി. ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷ ദശമി തിഥിയിൽ ചൊവ്വാഴ്ചയും തൃക്കേട്ട നക്ഷത്രവും ഒത്തുവരുന്ന സമയത്ത് മകരൻ രാശി സമയത്ത് ജാതകന്റെ അന്തിമ വിയോഗം ഉണ്ടാകാം എന്ന് പറയുന്നു. അതായത് ഇത് പരമായുസായിട്ടുള്ള 90 വയസ്സ് പൂർത്തിയാകുന്നവർക്കുള്ള മരണസമയമാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക എൻ്റെ അടുത്ത് വരുന്ന വ്യക്തികളുടെയും ജീവിതത്തിൽ
കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ നിങ്ങൾക്ക് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഈ വിഷയങ്ങളൊന്നും തന്നെ ആരും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ. വ്രണരോഗം എന്ന് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത് മുറിവുകൾ, പഴുപ്പുള്ള വ്രണങ്ങൾ, അല്ലെങ്കിൽ സുഖപ്പെടാൻ സമയമെടുക്കുന്ന ശാരീരിക പീഡകൾ, ഇവയൊക്കെയാണ്. ശസ്ത്രാഘാതം എന്ന് പറയുന്നത് ലോഹവസ്തുക്കൾ, മൂർച്ചയുള്ള ആയുധങ്ങൾ, ഉപകരണങ്ങൾ, ശസ്ത്രക്രിയകൾ എന്നിവ മൂലമുണ്ടാകുന്ന പരിക്കുകൾ, ഇവയൊക്കെയാണ്. വാമാംഗ അഗ്നിഭയം എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ശരീരത്തിന്റെ ഇടതുഭാഗത്തെ ബാധിക്കാവുന്ന അഗ്നി, ചൂട് അഥവാ താപസംബന്ധമായിട്ടുള്ള അപകട സാധ്യത, ഇവയാണ്. കുജവാസരെ, ഭൗമവാസരെ എന്ന് രണ്ട് ശ്ലോകങ്ങളിലും വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടും ചൊവ്വാഴ്ചയെ സൂചിപ്പിക്കുന്ന സംസ്കൃത പദങ്ങളാണ്. ജ്യേഷ്ഠ അഥവാ തൃക്കേട്ട നക്ഷത്രം, മകരൻ രാശി സമയം, ഇവയൊക്കെ പ്രത്യേകമായിട്ട് രണ്ട് ഗ്രന്ഥങ്ങളിലും നിര്യാണ സമയത്ത് ഉണ്ടാകുമെന്ന് പറയുന്നു. അതായത് 90 വയസ്സിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഒത്തുവരുന്ന സമയത്ത് നിര്യാണം ഉണ്ടാകാം. മകരക്കൂറുകാരെ കുറിച്ചുള്ള ചന്ദ്ര നിര്യാണത്തിന്റെ ഈ ഫലങ്ങളൊക്കെ വിവിധ പ്രായഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഭയപ്പെടുത്താൻ വേണ്ടിയല്ല. ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് സാധിക്കും. അതാണ് ഈ ഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. എന്നാൽ ഓരോ ജാതകവും വ്യക്തിപരമായിട്ടുള്ള ഗ്രഹനിലകൾ, ശുഭഭുക്തികൾ, യോഗങ്ങൾ, ദൃഷ്ടികൾ, ഇവയൊക്കെ മൂലം വ്യത്യസ്തപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവയൊക്കെ പൊതു സൂചനകളാണ്. അവയുടെയൊക്കെ കാഠിന്യത്തിൽ എല്ലാവർക്കും വ്യത്യസ്തതകളും ഉണ്ടാകാം. എന്നിരുന്നാലും ഫലങ്ങളൊക്കെ ഏകദേശം കൃത്യമായിട്ട് വരാറുണ്ട്. ദൈവവിശ്വാസവും സൽപ്രവർത്തികളും ആത്മവിശ്വാസവും നമ്മളുടെ ജീവിതയാത്രയെ കൂടുതൽ ശോഭനമാക്കുമെന്ന് നമ്മുടെ ഋഷി വര്യന്മാർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.